തന്റെ കാറ് പോലീസ് സ്റ്റേഷനിലാണെന്നറിഞ്ഞ് സച്ചി ആരോടും പറയാതെ നാട്ടിലേക്ക് പോവുകയാണ്. സച്ചിയുടെ ഒരു ഫ്രണ്ട് വന്ന് രേവതിയുടെ അക്കാര്യം പറയുന്നുണ്ട്. ആ രാത്രി തന്നെ രേവതിയും ഒറ്റയ്ക്ക് നാട്ടിലേക്ക് ബസ് കയറുന്നുണ്ട്. രാവിലെ നാട്ടിലെത്തിയുടൻ തന്നെ രേവതി സച്ചിയെ വിളിച്ചപ്പോ സച്ചി ഫോൺ എടുത്തില്ല. ഉടൻ രേവതി ശ്രീകാന്തിനെ വിളിച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് സച്ചിയെ ഫോൺ ചെയ്ത് രേവതി നാട്ടിലേക്ക് വന്ന കാര്യം വിളിച്ചറിയിക്കുകയാണ്. അവൾ എന്തിനാ വന്നത്, അവൾ ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ സച്ചി അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നീട് സച്ചി ഒരു ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തന്റെ ഫ്രണ്ടിനെയും കാറിനെയും രക്ഷിക്കാൻ വേണ്ടി സച്ചി പോലീസുകാരോട് മയത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പൗഡർ കടത്തിയത് താനല്ലെന്ന് തന്റെ ഫ്രണ്ട് കാല് പിടിച്ച് പറയുമ്പോ SI വന്ന് അവനെ ഇടിക്കുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്ന സച്ചി അത് SI ആണെന്നറിയാതെ അയാളുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി കൊടുക്കുകയാണ്. ശേഷം യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് വേറെ ആരോ എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണെന്ന് സച്ചി മാപ്പ് ചോദിച്ചു പറയുന്നുണ്ട്. പക്ഷേ SIയും പോലീസുകാരും ചേർന്ന് സച്ചിയെ പൊതിരെ തല്ലുകയാണ് ഉണ്ടായത്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് രേവതി അവിടേക്ക് കയറിയെത്തുന്നത്. അടികൊണ്ട് അവശനിലയിലായ സച്ചി രേവതി ഓടിപ്പോയി അവനെ പിടിക്കുന്നുണ്ട്. ഇവരെ അടിക്കരുത് സർ, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി SIയോട് പറയുമ്പോ അത് പറയാൻ നീ ആരായെന്ന് SI ചോദിക്കുന്നുണ്ട്. ഇതെന്റെ ഭർത്താവാണ് സർ, ഇദ്ദേഹത്തെ ഇങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു, ഇദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് രേവതി മറുപടി കൊടുക്കുമ്പോ ഇവനെ ഞാനിനി ഈ ജന്മത്തിൽ തുറന്നു വിടില്ല എന്ന് SI പറയുകയാണ്. രേവതി സച്ചിയെ വിടാൻ അയാളുടെ കാല് പിടിച്ച് കരയുകയാണ്. അത് കണ്ട് സച്ചി രേവതി നീ ഇങ്ങനെ കരയാതെ എന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുന്നുണ്ട്. പക്ഷെ രേവതി വീണ്ടും വന്ന് സച്ചിയെ വിടണമെന്ന് SIയോട് യാചിക്കുകയാണ്. നിന്നോടല്ലടി പറഞ്ഞത് പോകാൻ, ഇല്ലെങ്കിലേ നിന്നെയും അകത്തിടും. അങ്ങനെ SI രേവതിയെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ്. ശേഷം സച്ചിയെ വീണ്ടും അടിക്കുകയാണ് SI. അത് കണ്ടുകൊണ്ട് രേവതി ഓടി വന്ന് അടിക്കാൻ പറ്റില്ല സർ എന്ന് പറഞ്ഞ് സച്ചിയുടെ മുന്നിൽ വന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നീ പോയില്ലെങ്കിലേ നിനക്കും കിട്ടും അടി. അങ്ങനെ പറഞ്ഞ SI രേവതി അടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട്. പക്ഷേ സച്ചി വന്ന് SIയുടെ കയ്യില് ബലമായി പിടിച്ച് അത് തടയുകയാണ് ഉണ്ടായത്. അവളുടെ മേൽ കൈവച്ച സാറിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് സച്ചി ഉറക്കെ പറയുന്നുണ്ട്. പോലീസുകാരെ ചേർന്ന് സച്ചിയെ വീണ്ടും അടിക്കുമ്പോഴും രേവതി നീ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ പറഞ്ഞു വിടുകയാണ്. അവസാനം പോലീസുകാരെ ചേർന്ന് രേവതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. സെല്ലിനകത്ത് വെച്ച് സച്ചി ഫ്രണ്ടിനോട് പാവം രേവതി, അവള് തനിച്ച് എന്ത് ചെയ്യാനാടാ, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാലും അവള് കേൾക്കില്ല എന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടേക്ക് ശ്രീകാന്തും രേവതിയുടെ അനിയത്തിയൊക്കെ എത്തുന്നുണ്ട്. സച്ചി നിരപരാധിയാണെന്ന് ശ്രീകാന്ത് വാദിച്ചെങ്കിലും അവരവരെ വിടാൻ തയ്യാറായിട്ടില്ല. സച്ചിയെ കോർട്ടിൽ ഹാജരാക്കരുത് സർ, SIയെ അടിച്ചത് അറിയാതെ ചെയ്തു പോയതാണ്, ക്ഷമിക്കണം സർ, അദ്ദേഹം ചെയ്ത തെറ്റിന് ഈ ഞാൻ മാപ്പ് ചോദിക്കാം, സച്ചിയെ വെറുതെ വിടണമെന്ന് രേവതി കൈകൂപ്പി പോലീസുകാരോട് കരഞ്ഞു പറയുന്നുണ്ട്. അത് കണ്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ്. രേവതി നീ ഇവരോട് മാപ്പ് ചോദിക്കരുത്, കൈയെടുക്ക് എന്ന് ദേഷ്യത്തിൽ പറയുകയാണ് സച്ചി. കണ്ടില്ലേ ഇവന്റെ അഹങ്കാരം, ഇവനെ കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ. അങ്ങനെ പോലീസ് പറയുമ്പോ അല്ല സർ, എന്റെ സച്ചി വളരെ നല്ലവനാണ്, കൂടെയുള്ളവർക്ക് ഒരാപത്ത് വന്നാ സച്ചി ഓടിയെത്തും, ഫ്രണ്ട്സിന് വേണ്ടിയാ സച്ചി ഇവിടേക്ക് വന്നത്, അവരെ വിടണമെന്ന് രേവതി കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും പോലീസുകാര് സച്ചിയെ വിട്ടില്ല. രേവതി കരയാതെ എന്ന് പറഞ്ഞ് സച്ചി അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ ഉടനെ തന്നെ ഈ ഞാൻ പുറത്തു കൊണ്ടുവരും, നിങ്ങൾ വിഷമിക്കരുത്. അങ്ങനെ സച്ചിയുടെ കയ്യിൽ പിടിച്ച് രേവതി അവന് വാക്ക് കൊടുക്കുന്നുണ്ട്.